ഹലോ ചേച്ചി, ഞാൻ കുറച്ച് നാളുമ്പ് ഒരു ഡ്രസ്സ് തയ്ക്കാൻ തന്നിട്ടുണ്ടായല്ലോ ചേച്ചി. ഞാൻ ഒരു മാസമായി തന്നിട്ട്, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ബ്ലൂ കളർ, നല്ല ബീഡ്സിന്റെ കുറച്ച് സീക്വൻസ് പോലെ വർക്കുള്ള. ഞാൻ ഇൻഫോ പാർക്കിന്ന് വിളിക്കുന്ന നീതു. അല്ല ചേച്ചി, അല്ല ഞാൻ തന്നിട്ട് കൊറേ ആയി. അപ്പൊ ചേച്ചി ആ ഡയറിയിൽ ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ ഇരിക്കുന്നുണ്ടോന്ന് നോക്കാവോ? എനിക്ക് ഈ ആളെ അറിയാൻ എന്താ ഒരു മാസം മുന്നേ ഞാൻ തന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താക്കാനാ? ചേച്ചി ഇപ്പൊ എനിക്ക് നാളെ ഫംഗ്ഷനാണ്. ഞാൻ അന്ന് പറഞ്ഞല്ലേ എനിക്ക് 12-ാം തീയതി ഫംഗ്ഷൻ ഉണ്ടെന്ന്. തയ്ച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ 11-ാം തീയതി വരെ ഈ സമയത്ത് വരും പറഞ്ഞപ്പോ ചേച്ചി വന്നോളാൻ പറഞ്ഞായിരുന്നല്ലോ. ചേച്ചി എന്തെങ്കിലും തയ്ച്ചിട്ടുണ്ടോ? ചേച്ചി എന്റെ പേര് നീതു എന്നാ, ഇൻഫോ പാർക്കിൽ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. ഞാനിപ്പോ കലിസ്തയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റേ ആ നീണ്ട മുടിയുള്ള. ഓൾട്രേഷൻ അല്ല, നല്ല ഗുഡ് വില്ലിന്ന് മേടിച്ച ഒരു മെറ്റീരിയൽ. ചേച്ചി പറഞ്ഞില്ലേ, അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നേവി ബ്ലൂ കളർ. ചേച്ചി അത് ഇപ്പൊ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് കൂട്ടാൻ പറ്റുമോ? ചേച്ചി ലെങ്ത് കൂട്ടണം. അതായത് നമ്മളിപ്പോ എന്താ 40 സംതിങ് അല്ലേ പറഞ്ഞത്, ഒരു 80 ആക്കാൻ പറ്റുമോ ലെങ്ത്? ചേച്ചി ഇപ്പൊ അവിടെ ഇല്ലാത്ത കാരണം ഈ സംഭവം ഞാൻ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ രാവിലെ വരുള്ളൂ ചേച്ചി, എന്തായാലും. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി. ഞാനിപ്പോ എറണാകുളത്ത് ഈ ചിറ്റൂര് കിടക്കണ ഞാനിപ്പോ എങ്ങനെ അടിച്ചോ വരും? ചേച്ചി ലെങ്ത് കൂട്ടിത്താ ചേച്ചി. പിന്നെ കഴുത്തിന്റെ അവിടെ വീനക്കൊന്നും വേണ്ട, ഫ്ലാറ്റ് ആയിട്ട് മതി. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്. നാളെ ഗസ്റ്റ് വരും, എനിക്ക് നാളെ അത്യാവശ്യം. എന്റെ ഹൗസ് വാമിംഗ് ആ. നാളെ എപ്പോന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് 8 മണിയാവുമ്പോ സാധനം. ചേച്ചി 1 മീറ്ററിന് ഞാൻ 1500 കൊടുത്ത് വാങ്ങിച്ച ചേച്ചി. ഇപ്പൊ അങ്ങനെ പറയല്ലേ. ചേച്ചി ഇടയ്ക്ക് ഒരു വൈറ്റ് മുത്തൊക്കെ വരില്ലേ? ആ ചേച്ചിയുടെ പേര് എക്സിന്നല്ലേ? ആ ചേച്ചി നല്ല നീല, അതായത് നമ്മുടെ പൊന്മാന്റെ നീല. അതിലൊരു ഇടയ്ക്ക് മുത്തുണ്ട്, പിന്നെ ഒരു വൈറ്റ് മുത്ത്, പിന്നെ 4 ഡോട്ടൊക്കെ ഉണ്ട്. ചേച്ചി തയ്ക്കാൻ നിന്ന സാധനം ഐഡിയ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ ഇപ്പോ? ചേച്ചി 1 മാസമായിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാമല്ലോ. അവിടെ ഡയറിയിൽ എന്റെ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ചിക്കൻ പോക്സ് ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 1 മാസം വരാനേ. ചേച്ചി ഇപ്പൊ ഒരു കാര്യം ചെയ്ത് ലെങ്ത് കൂട്ടാൻ പറ്റും. ലെങ്ത് കൂട്ടിട്ട് എടേ ചേച്ചി എനിക്ക് അത്യാവശ്യമാണ്. എനിക്ക് നാളെ ഗസ്റ്റ് വീട്ടിൽ വരും. നാളെ ഗസ്റ്റ് വീട്ടിൽ ചേച്ചി എനിക്ക് ഒന്നില്ലെങ്കിൽ ഗസ്റ്റിന്റെ റൂമിൽ ഇടാൻ ഒരു കർട്ടൻ ആയിട്ടെങ്കിലോ തരണം. ഗസ്റ്റിന്റെ റൂമിലിടാൻ എനിക്ക് കർട്ടൻ ആയിട്ടെങ്കിലോ തരണത്. ചേച്ചി കർട്ടൻ അടിക്കാൻ അറിയോ? കർട്ടനില് നമ്മള് മറ്റേ ഇപ്പൊ എനിക്ക് ഇപ്പൊ 1500 കൊടുത്ത് വാങ്ങിച്ച സാരില്ല പറയും. പക്ഷെ നാളെ ഗസ്റ്റ് വരുമ്പോ നല്ല ഭംഗിയുള്ള കർട്ടൻ, കാരണം റൂമിന് ബ്ലാക്ക് കളറാ. അപ്പം കർട്ടനെങ്കിലും അടിക്കാതെ കൊള്ളാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കോള് വെക്കല്ലേ ചേച്ചി. എനിക്ക് ഇതേ വീട്ടിൽ നിന്ന് എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. ചേച്ചി കർട്ടനിലില്ലേ, കർട്ടനില് 4 ഹോള്. നമ്മുടെ മറ്റേ ആ കമ്പി കയറൂലേ കർട്ടനിലെ, അതിലൊരു 5 ഹോൾ ഇട്ടാ മതി. അപ്പൊ കമ്പി കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് കുറയ്ക്കണം.
റേറ്റ് ഇതിന്റെ എല്ലാം ഇത് ഞാൻ ചെയ്ത് തരാന്ന് പറഞ്ഞാലും പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എത്തണ്ടേ? 8 മണിയാകുമ്പോ എന്റെ കർട്ടൻ റെഡി ആവോ? 8 മണിയല്ല, ഞാൻ ഇവിടെ നിന്ന് 8 മണിയായാലും അവിടെ എത്തില്ല ഞാൻ. ചേച്ചി ഞാനൊന്ന് അങ്ങോട്ട് വരാം. ചേച്ചി കട തുറക്ക്. കട തുറക്കാനായിട്ട് ഞാൻ അവിടെ ഇല്ല മോച്ചി. നിങ്ങളോട് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ഞാൻ കുത്തി തുറക്കട്ടെ? കുത്തി തുറക്കട്ടെ? തുറന്നിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ എന്റെ മറ്റേ ക്ലിപ്പ് ഉണ്ട്, മറ്റേ താഴിട്ട് പൂട്ടിയേക്കണാണോ? കൊച്ചി കുത്തി തുറന്നിട്ട് എന്താ കാര്യം? ഞാനത് എടുത്തോണ്ട് ചിറ്റൂര് വരാം. ഈ മനുഷ്യത്തി എന്തൊന്നും മനുഷ്യത്തിയാ? ചേച്ചി പ്ലീസ്, ചേച്ചി കാല് പിടിക്കേച്ചി. ഞാൻ വീട്ടിൽ എന്ത് പറയും? കൊച്ചി ഞാൻ എന്ത് ചെയ്യും വേണമെങ്കിലും ചെയ്ത് തരാം. പക്ഷെ ഞാൻ ഇവിടെ ചേച്ചി പരിപാടി കഴിഞ്ഞിട്ട് കർട്ടൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആദ്യം ഞാൻ ചുരിദാർ അടിക്കാൻ വെച്ച മെറ്റീരിയൽ ഇപ്പൊ സാരില്ല, കർട്ടൻ അടിക്കാം. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് കർട്ടൻ കിട്ടിയിട്ട് കാര്യമുണ്ട്. നാളെ റൂമിൽ ഗസ്റ്റ് വരും. എന്റെ പൊന്നു മോനെ, ഈ നേരത്താണ് ഈ വിളിച്ചു പറഞ്ഞ ഈ നമ്പർ എടുത്തിരുന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്ന് വിളിച്ചു വന്നിട്ട് ഞാൻ ആ സാധനം വന്നെടുത്ത് തന്നിട്ടും പോലില്ല. ഞാൻ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വന്നേച്ചു. ചേച്ചി ഇത് അതിലും വലിയ കേസാ. ചേച്ചി ഇത് അതിലും വലിയ കേസാ. ഈ നിങ്ങൾക്ക് ഒരു മാസമായിട്ട് വരാൻ പറ്റില്ലാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ചേച്ചി ഈ കേസ് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആകെ 1500 രൂപ അമ്മ ഡ്രസ്സ് വാങ്ങിക്കാൻ തന്നത്. ഞാൻ അതിന് 5 മീറ്റർ മേടിച്ചു. എന്തും ആയിക്കോട്ടെ, ഞാൻ ഈ ചിറ്റൂരിൽ ഞാൻ ഇവിടെ വീടിന് കടറ അടുത്താണെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്ത് തന്നേനെ കൊച്ചിനെ. ഞാൻ ചേച്ചി അല്ലാത്തോടത്ത് ഞാൻ ഇപ്പൊ തന്ന പൈസ ഒരു വിഷയമല്ലേ ചേച്ചി? ഞാൻ 5 ഹോള് മതി. പൈസ തന്നില്ലേന്ന് അപ്പൊ പൈസ വേണ്ട ഞാൻ അവിടെ വരട്ടെ. വരാണ്ട് ചേച്ചി. ഒരു 5 ഹോളില് കമ്പി ഓർക്കണ രീതിയിൽ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് തയ്ച്ചു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം ചേച്ചി. എന്താ കൊണ്ടു തന്നെ? എന്താ? ഹലോ എന്റെ പൊന്നുമോൻ വെച്ച് ചേച്ചി രാവിലെ വന്നിട്ട് നോക്കട്ടെ. ആന്റി കെസിയ, തെണ്ടി ശവമേ. ഇതൊക്കെ എന്ത്